ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സഭയിൽ നിലവാരമില്ലാത്ത രീതിയിലാണ് സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് എന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് വോക്കൌട്ട് നടത്തിയ പശ്ചാത്തലമുണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് ചെയറിനെ അപമാനിച്ചു എന്ന നിലപാടിൽ ഭരണപക്ഷവും, എന്നാൽ പ്രതിപക്ഷ നേതാവിനെയാണ് സ്പീക്കർ അപമാനിച്ചത് എന്ന നിലപാടിൽ പ്രതിപക്ഷവും നിലയുറപ്പിച്ചിരിക്കുന്നു. തുടർന്ന് സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അങ്ങനെയല്ല സാഹചര്യം. ഇപ്പോഴും വലിയ വാക്കുതർക്കമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ മാറി എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. പാർലമെന്ററി കാര്യമന്ത്രി എം.പി. രാജേഷും അതിനെ ശരിവെക്കുന്ന തരത്തിൽ അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതായിരുന്നു നിലപാട്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരത്തെ സ്പീക്കർ ആരാണ് ഈ സഭയിലെ പ്രതിപക്ഷ നേതാവ്, എത്ര പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ട് എന്ന ചോദ്യം ചോദിച്ചതിനെ അപക്വം എന്ന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ചെയറിന്റെ നിലപാടിനെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ എം.എൽ.എ സഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് ശേഷവും ആ സമയത്തുമെല്ലാം സംസാരിച്ചുകൊണ്ട് ഇരുന്ന പശ്ചാത്തലത്തിലാണ് താൻ അങ്ങനെ ചോദിച്ചത് എന്ന് സ്പീക്കർ വിശദീകരിക്കുന്നുണ്ട്. എൻ ഷംസീർ പിന്നീട് വിശദീകരിച്ചു. മാത്രവുമല്ല, ഇത്തരം പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് സഭയിലേക്ക് തിരിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് തന്റെ നിലവാരമളക്കാൻ അങ്ങേ ഏൽപ്പിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള പരാമർശം വീണ്ടും മുഖ്യമന്ത്രിക്ക് മറുപടിയായി നൽകുന്നു. ഇതേ തുടർന്നുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഇതിനിടയിലായിരുന്നു മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ഉപക്ഷേപം പ്രതിപക്ഷം അവതരിപ്പിച്ചത്. സണ്ണി ജോസഫ് എം.എൽ.എ ആണ് ഉപക്ഷേപം കൊണ്ടുവന്നിട്ടുള്ളത്. സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാകുന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഈ മലപ്പുറം പരാമർശത്തെ തുടർന്ന് ദേശീയ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ഉപക്ഷേപത്തിലെ ആവശ്യം. 12 മണിക്ക് സഭ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ചർച്ച നടക്കുമോ, അല്ലെങ്കിൽ സഭാ നടപടികൾ മുന്നോട്ട് പോകുമോ, എന്താണ് അവിടുത്തെ സാഹചര്യം? അരുൺ, ഇപ്പോഴും പ്രതിപക്ഷ വി.ഡി. സതീശൻ സംസാരിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് സ്പീക്കറെ കുറിച്ച് എന്തു പറയണം എന്തു പറയേണ്ട ധാരണയില്ലാത്ത ആളാണ് പ്രതിപക്ഷ നേതാവ്. എല്ലാ പരിധിയും പ്രതിപക്ഷ നേതാവ് ലംഘിച്ചു. നിലവാരമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവ് ദിവസവും പ്രാർത്ഥിക്കും. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു താൻ ദൈവവിശ്വാസിയാണ്, പ്രാർത്ഥിക്കുന്നയാളാണ്. പ്രതിപക്ഷ ദിവസവും പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ അഴിമതിക്കാരൻ ആകരുത് എന്ന് പോലും ആണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അഴിമതിക്കാരൻ ആകരുതെന്നാണ് പോലുമാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. പിണറായി വിജയൻ ആരാണ് എന്ന്, വി.ഡി. സതീശൻ ആരാണെന്നതിനെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ നിലവാരമില്ല ഇപ്പോഴും അദ്ദേഹം വെളിവാക്കുന്നു. പിണറായി വിജയനും സതീശനുമൊക്കെ ആരാണെന്ന് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി നേതൃത്വ പോരാട്ടം സഭയിൽ പുരോഗമിക്കുകയാണ്. പിണറായി വിജയൻ അഴിമതിക്കാരനെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ആരും വിശ്വസിക്കില്ല എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. LDF-നെ ആകെ മോശക്കാരാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്നെ ഏതൊക്കെ രീതിയിൽ അധിക്ഷേപിക്കാൻ പറ്റും അതിനുള്ള അവസരമാണ് പ്രതിപക്ഷം നോക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. LDF-നെ ആകെ മോശക്കാരായി ചിത്രീകരണം, അതിനായി എന്നെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ കഴിയുമോ അതിനാണ് അവർ ശ്രമിക്കുന്നത്. നേരത്തെയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ആരെങ്കിലും അത് അംഗീകരിച്ചു എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. അതിനൊക്കെ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണയുണ്ടോ? എത്ര കാലമായി തുടങ്ങിയിട്ട് അപവാദ പ്രചരണത്തിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? അപവാദ പ്രചരണങ്ങളിലൂടെ തകർത്ത് കളയാമെന്ന് വിചാരിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളും സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന പ്രചരണം സമൂഹം വിലയിരുത്തുന്നുണ്ട്. അഴിമതിയുടെ കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അത് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു തീർക്കേണ്ട കാര്യമല്ല എന്ന് പിണറായി വിജയൻ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേരെ ഉയർത്തുന്നു. സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് പറയുന്നു. ഇപ്പോൾ പ്രതിപക്ഷ സംസാരിച്ച നിലവാരമില്ലായ്മ കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിക്കൊള്ളൂ എന്ന്, അതായത് നിലവാരമില്ലായ്മ കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിക്കൊള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. സതീശനല്ല പിണറായി വിജയൻ, സതീശൻ കാപട്യത്തിന്റെ മൂർത്തീകരണമാണ് എന്ന് മുഖ്യമന്ത്രി വിമർശിക്കുന്നു. സതീശനല്ല പിണറായി വിജയൻ, സതീശൻ കാപട്യത്തിന്റെ മൂർത്തീകരണമെന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയും സഭയിൽ നേർക്കുനേർ പോരാടുന്ന സാഹചര്യമാണുള്ളത്. വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെ കുറിച്ച്
നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. യെസ് പ്ലീസ് പ്ലീസ്. സർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേപോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും നിലവാരമില്ലാത്ത അതുകൊണ്ട് എന്റെ നിലവാരം അങ്ങ് വരണ്ട, എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. പിന്നെ പാർലമെന്ററി കാര്യമന്ത്രി നിങ്ങള് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല. അല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഉരിഞ്ഞത്. ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത്. അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യവും മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത് സഭാരേഖ നീക്കിയിട്ടുണ്ട്. എന്ത് നിലവാരമില്ലാത്ത വാക്ക് ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്തൊക്കെയാണ് ഒന്നോർത്ത് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. അതെ, ഞാൻ പറഞ്ഞതിനെ സംസാരിച്ചോ? മൈക്ക് കൊടുത്തിട്ടില്ല അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ഞാനല്ലേ സംസാരിക്കുന്നത്, അവിടെ മൈക്ക് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി, എനിക്കെതിരായി പരാമർശം നടത്തി. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല, വേറെ ആളുകളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട. സാർ, ഈ സഭയിൽ MP രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ? അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ? ഈ സഭ തല്ലിപ്പൊളിച്ചപ്പോ പുറത്തു നിന്ന് അതിന് ഒത്താശ കൊടുത്ത ആരാണ്? ഒന്ന് അവിടെ ഫ്ലോർ ഓർഡർ ആവ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങയുടെ നേരെയോ നിരത്തിക്കോ. സാർ, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ പരാമർശവും നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അങ്ങേക്ക് അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ എന്റെ ചെലവിൽ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ശക്തരൻ കൗളിന് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ്. പിന്നെ ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട്. അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ. അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അപക്വമതിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ്. സാർ, അതിനുശേഷം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം തിരിച്ചദ്ദേഹം വന്നു. ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പാർലമെന്ററി കാര്യമന്ത്രി എന്ന നിലയിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ സാർ, അതിനുശേഷം അദ്ദേഹം ഇവിടെ സംസാരിച്ചു. വീണ്ടും ചെയറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലൂടെ ഞാൻ പറഞ്ഞത് സാധൂകരിക്കല്ലേ ചെയർ പറയാം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ചെയർ പറയട്ടെ. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്, ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. സാർ, ആ പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കൗട്ട് പുസ്തകത്തിന് മുമ്പായി അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് എക്സ്പെൻഡ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ പാർലമെന്ററി കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അപലപിക്കുകയാണ്. സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. കാരണം ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോവുക എന്നുള്ളത് രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സർ, അതിൽ ഞാൻ പറയാനിടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. പക്ഷേ അദ്ദേഹം
തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചൊല്ലുന്നത്. ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല. നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. സർ, അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. ആ പ്രാർത്ഥന എന്താകാനാണ്? എന്താണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത്? ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, വി ഡി സതീശൻ ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. സർ, വി ഡി സതീശന്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. സർ, ഇവർക്ക് വേണ്ടത് LDF-നെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിൻ്റെ ഭാഗമായി LDF-ൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത്. സർ, എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ? ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിനുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക്? അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട്. അത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ്. ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല. അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നുവെന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിനൊന്നുള്ള അവസരമായിട്ട് ഞാനിപ്പോൾ ഇതിനെ മാറ്റുന്നില്ല. പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലായിക്കോളും. പ്രതിപക്ഷ ഉപനേതാവാണ് ആദ്യം എഴുന്നേറ്റത്. അല്ലല്ല, ഞങ്ങള് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ കേട്ടോണ്ടിരുന്നില്ലേ? മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ. സഭാ നടപടികളുടെ ലൈവ് സ്ട്രീമിംഗിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. വലിയ വാക്പോര് തന്നെയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സ്പീക്കറിന്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായ നിലപാടാണ് ഉണ്ടാകുന്നത്. സ്പീക്കർ ഭരണപക്ഷത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിനിടെ മാത്യു കുഴനാടനും സഭയിൽ ഇന്ന് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും സഭാ നടപടികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ. ഈ നില സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല. എന്തുമാകാമെന്ന നില പറ്റില്ല. ഈ നില സ്വീകരിക്കാൻ പറ്റില്ല. നിർബന്ധമായും മാറ്റിയിരിക്കണം. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അംഗീകരിക്കാൻ പറ്റില്ല. സഭ നിർത്തിവെക്കാൻ പറ്റില്ല. ശ്രീമതി ഉമാ തോമസ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി, നോട്ട് ഇൻ ദ സീറ്റ്. സബ്മിഷൻസ്, ഓർഡർ സബ്മിഷൻസ്. ശ്രീമതി ശാന്തകുമാരി കെ, ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി. സർ, വർഷങ്ങളായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലുള്ള ദേവപ്പാറ കോറി നടത്തിവരുന്ന മണ്ണാർക്കാട് താലൂക്ക് കരിങ്കൽ കോറി ഓപ്പറേറ്റേഴ്സ് വ്യവസായ സഹകരണ സംഘമാണ്. 2015 കരിങ്കൽ കോറികൾക്ക് കേന്ദ്ര പരിസ്ഥിതി ക്ലിയറൻസ് നിർബന്ധമാക്കിയതിനാൽ